ഹായ്, ഏവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും ഡേ 1, ഡേ 2, ഡേ 3 പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡേ 4ലാണ്. ഡേ 1 നമ്മൾ പറഞ്ഞു നമ്മൾക്കുള്ള 10 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേ 2 നമ്മൾ എന്താ ചെയ്തത്? നമ്മളെ ചുറ്റുമുള്ള 5 ആൾക്കാർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. അവർ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് എടുത്തെഴുതിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ ഡേ 3 നമ്മൾ എന്താ പറഞ്ഞേ? നമ്മുടെ ഹെൽത്തിനെ വേണ്ടിയിട്ടുള്ള നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ ഡേ 3 പറഞ്ഞത്. ഇന്നലെ ഞാൻ പറഞ്ഞു. അപ്പൊ ഡേ 1 മുതൽക്ക് ഡേ 3 വരെ ചെയ്തവരെല്ലാം 1 to 3 ഡൺ എന്ന് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇനി നമുക്ക് ഡേ 4 ചെയ്യാനായിട്ട് ഒരു ചെറിയ സ്റ്റോൺ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. എന്താണ് അപ്പൊ ഡേ 4ന്റെ ഈ മാജിക്കൽ റോക്ക് വെച്ചുള്ള പ്രാക്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്റെ ഈ 28 ഡേയ്സ് ചലഞ്ചിന്റെ എല്ലാ പ്രാക്ടീസുകളും റോണ്ട ബേണിന്റെ ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിന് അടിസ്ഥാനമാക്കിയുള്ളതാണ്. അദ്ദേഹം അതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും എല്ലാം അദ്ദേഹത്തിന്റെ ഈ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊരു ചെറിയ സ്റ്റോറിയോട് കൂടി തന്നെ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പം ഈ നമ്മുടെ റോണ്ട ബേണിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മിസ്റ്റർ ലീ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ എപ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് മറന്നു പോകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഓർക്കുമ്പോഴൊക്കെ പുള്ളിക്കാരൻ പറയും, പക്ഷെ മിക്കവാറും ഒക്കെ പുള്ളിക്കാരൻ തിരക്കിനിടയിൽ അങ്ങോട്ട് മറന്നു പോകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കണ്ടെത്തിയ ഒരു വഴി, പുള്ളിക്കാരൻ ഈ കടൽ തീരത്തും നദിക്കരയിലും പുഴവക്കിലും ഒക്കെ പോകുന്ന സമയത്ത് ചെറിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോണുകൾ ഉണ്ടല്ലോ, ആ സ്റ്റോണുകൾ എടുത്ത് പുള്ളിക്കാരൻ പോക്കറ്റിലിടും. ആ പോക്കറ്റിൽ ഇട്ടിട്ട് എപ്പോഴൊക്കെ പുള്ളിക്കാരൻ പോക്കറ്റിൽ കൈയിടുന്നു അപ്പോഴേക്കും പുള്ളിക്കാരന് ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം ഓർമ്മ വരും. പുള്ളിക്കാരൻ അപ്പൊ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ മിസ്റ്റർ ലീയുടെ ഒരു ഫ്രണ്ട് ലീനെ വിളിക്കുകയാണ്. മിസ്റ്റർ ലീ, എൻ്റെ മകൻ വളരെയധികം മീൻസ് സുഖമില്ലാതെ എൻഡ് ഓഫ് ലൈഫിൽ ഇങ്ങനെ കിടക്കുവാണ്, എനിക്ക് വേറൊന്നുമില്ല. അപ്പൊ നോക്കുമ്പോ ഈ മിസ്റ്റർ ലീയുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോന്നായിട്ട് പുള്ളിക്കാരന് നേട്ടങ്ങളെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ മിസ്റ്റർ ലീയുടെ ഫ്രണ്ട് പറയാണ്, താങ്കളുടെ അപ്പം ഈ ഫ്രണ്ട് പറയുന്ന എന്താണ്? ഇദ്ദേഹത്തിന് ഈ മാജിക്കൽ റോക്ക് ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതെന്നാണ്. അങ്ങനെ ഫ്രണ്ട് ചോദിക്കും, ഈ റോക്ക്, ഈ മാജിക്കൽ സ്റ്റോൺ എനിക്കൊന്ന് അയച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മിസ്റ്റർ ലീ എന്ത് ചെയ്ത് ഓക്കെ, അപ്പൊ മിസ്റ്റർ ലീക്ക് ചിരി വന്നു. അപ്പൊ മിസ്റ്റർ ലീക്ക് ഓർമ്മയില്ലാത്തത് കാരണം ഈ സ്റ്റോൺ എടുത്തിടുന്നതാണ് അല്ലെ, ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിസ്റ്റർ ലീ എന്ത് ചെയ്ത് ഈ റോക്ക് ഇവർക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഫ്രണ്ടിന്റെ ആൾക്കാരോടും എല്ലാവരോടും ഇത് മാജിക്കൽ റോക്ക് എന്നാണ് പറയുന്നത്, മാജിക്കൽ റോക്ക് ആണെന്ന് പറയും. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ ആൾക്കാരെല്ലാവരും ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഫ്രണ്ട് മിസ്റ്റർ ലീനെ വിളിച്ചിട്ട് പറയാണ്, മിസ്റ്റർ ലീ, താങ്ക് യു സോ മച്ച്. എൻ്റെ മകന്റെ അസുഖം മാറി, താങ്കൾ തന്ന മാജിക്കൽ റോക്ക് വിറ്റ് അത് കിട്ടിയ പൈസ കൊണ്ടിട്ട് എൻ്റെ മകനെ ട്രീറ്റ് ചെയ്യാൻ പറ്റി, എനിക്ക് വളരെയധികം നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്റ്റർ ലീക്ക് താങ്ക്സ് പറയുകയാണ്. മിസ്റ്റർ ലീക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം തൻ്റെ ഈ മാജിക്കൽ റോക്ക് എന്ന് പറയുന്നത് ഇത് ഗ്രാറ്റിറ്റ്യൂഡ് റോക്കാണ്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് റോക്കിന്റെ മഹത്വം, ഈ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് പാസ് ചെയ്തപ്പോൾ ആ പുള്ളിക്കാരന്റെ ജീവിതത്തിൽ വന്ന അനുഗ്രഹങ്ങൾ അതൊക്കെ ഓർത്തിട്ട് മിസ്റ്റർ ലീക്ക് ഒന്നും കൂടി അങ്ങ് ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസമായി. മീൻസ് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി പിന്നെ പുള്ളിക്കാരൻ. അപ്പൊ നമ്മുടെ ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ സ്റ്റോൺ ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ചെറിയ കുഞ്ഞു സ്റ്റോൺ, ഇത് നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ബെഡ് സൈഡിൽ എവിടെയെങ്കിലും വെക്കുക. അതായത് എപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളിത് വെക്കണം. വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴൊക്കെ നിങ്ങൾ ഈ സ്റ്റോൺ കാണുന്നു, നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേനും നിങ്ങൾ ഈ സ്റ്റോണ് കാണുവാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്റ്റോണ് കയ്യിലെടുക്കുകയോ അല്ലെങ്കിൽ ഈ സ്റ്റോണിനെ കാണുമ്പോൾ തന്നെ നമ്മൾ അന്നത്തെ ദിവസം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ ചെറിയ കാര്യങ്ങളാവട്ടെ, നിങ്ങൾ അത് ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞ് നിങ്ങൾ നന്ദി പറയണം.
മനസ്സിലായോ? ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾ കഴിച്ച ഫുഡിനാകട്ടെ, കുടിച്ച വെള്ളത്തിനാകട്ടെ, ശ്വസിച്ച വായുവിനാകട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതാകട്ടെ, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞത്, നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ കഴിഞ്ഞതിന്, അങ്ങനെ എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയുക. ഓരോ ദിവസവും നമ്മളിങ്ങനെ നന്ദി പറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. നിങ്ങൾ ആ പ്രാക്ടീസ് നിങ്ങൾ ഡേ 1 മുതൽക്ക് തന്നെ നിങ്ങളിങ്ങനെ ചെയ്ത് തുടങ്ങി നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാനിതൊക്കെ എന്തിനാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഞാനിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. അപ്പം ആ ഒരു പ്രയോജനം, ആ ഒരു എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പബ്ലിക്കായിട്ട് വന്നിട്ട് നിങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത്. എന്നെപ്പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സും ആ അനുഗ്രഹങ്ങളും ഒക്കെ എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്നുള്ള ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോന്നും ഞാൻ നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം ഡേ 4 എല്ലാവർക്കും മനസ്സിലായാലോ? തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്യണം. നിങ്ങൾ ബെഡിലേക്ക് പോകുന്നതിന് മുന്നേ, അതുപോലെ രാവിലെ നേരം വെളുത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സ്റ്റോണ് നിങ്ങൾ കാണും. അപ്പോഴും നിങ്ങൾ പറയുക, നമുക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞതിന് നന്ദി, പ്രപഞ്ചശക്തിക്ക് നന്ദി. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രഭാതം കാണാനുള്ള ഭാഗ്യം തന്നതിന് നന്ദി, പ്രകൃതി സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനുള്ള ഭാഗ്യം തന്നതിന് നന്ദി. അങ്ങനെ ആ ദിവസത്തിൽ നിങ്ങൾ തുടക്കം മുതൽ തന്നെ, ദിവസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ടാക്കുക. നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ആ വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ആക്ടിവിറ്റീസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും എല്ലാവരും ചെയ്യുക. ഡേ 1 to 4 ചെയ്തു എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോഴേ എനിക്ക് പിന്നെ അടുത്ത ഡേ 5 ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തില്ല നിങ്ങൾ ചെയ്യാതിരുന്നാലും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യുക, കമന്റ് ബോക്സിൽ കൊടുക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവര് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. See you tomorrow for day 5 activity. Okay, thank you.